57 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യിസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു അവനോട്, മകനേ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്കു വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യിസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റെബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു, ഞാൻ എന്റെ മരണത്തിനു മുമ്പേ തിന്നു നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കിത്തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെക്കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കും. നിന്റെ അപ്പൻ തിന്നു തന്റെ മരണത്തിനു മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അതിന് യാക്കോബ് തന്റെ അമ്മയായി റിബേക്കയോട്, എന്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്നു അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട്, മകനെ, നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം കേൾക്ക, പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് പിടിച്ചു അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അമ്മ അവന്റെ അപ്പനു ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി. പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കൽ ഉള്ളതായ മൂത്ത മകൻ ഏശാവിന്റെ വിശേഷ വസ്ത്രമെടുത്തു ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. അവൾ കോലാട്ടിൻകുട്ടികളുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തന്റെ മകനായ യാക്കോബിന്റെ കൈയിൽ കൊടുത്തു. അവൻ അപ്പന്റെ അടുക്കൽ ചെന്നു അപ്പാ എന്ന് പറഞ്ഞതിന്, ഞാൻ ഇതാ, നീ ആർ മകനെ എന്നു അവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദിജാതൻ ഏശാവ്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്നു എന്റെ വേട്ടയിറച്ചി തിന്നു എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. യിസ്ഹാക്ക് തന്റെ മകനോട്, മകനെ, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർ വരുത്തി തന്നു എന്നു അവൻ പറഞ്ഞു. യിസ്ഹാക്ക് യാക്കോബിനോട്, മകനെ, അടുത്തു വരിക, നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തന്റെ അപ്പനായ യിസ്ഹാക്കിനോട് അടുത്തു ചെന്നു. അവൻ അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അവന്റെ കൈകൾ സഹോദരനായ ഏശാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്നു അവൻ ചോദിച്ചതിന്, അതെ എന്നു അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, എന്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ തിന്നു. അവൻ വീഞ്ഞും കൊണ്ടുചെന്നു അവൻ കുടിച്ചു. പിന്നെ അവന്റെ അപ്പനായ യിസ്ഹാക്ക് അവനോട്, മകനെ, നീ അടുത്തു വന്നു എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു അവനെ ചുംബിച്ചു. അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എന്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവവാകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. യിസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ യിസ്ഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞു മടങ്ങിവന്നു. അവനും രുചികരമായ ഭോജനം ഉണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പനോട്, അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി തിന്നു എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ അപ്പനായ യിസ്ഹാക്ക് അവനോട്, നീ ആർ എന്ന് ചോദിച്ചതിന്, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യിസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടുങ്ങി.
എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്നു അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു. ഏശാവ് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു. അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്നു അപ്പനോട് പറഞ്ഞു. അതിനു അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്നു നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലോ അവന്റെ പേർ. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്നു അവൻ പറഞ്ഞു. നീ എനിക്ക് ഓരോ അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്നു അവൻ ചോദിച്ചു. ഇസാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി, അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി, അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. എന്നാറെ അവന്റെ അപ്പനായ ഇസാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞുകൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞുപോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞുകളയും. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ചു അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പകവീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് ഓടിപ്പോക. നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക. നിന്റെ സഹോദരൻ നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതെയാകുന്നത് എന്തിന്? പിന്നെ റബേക്ക ഇസാക്കിനോട്, ഈ ഹിത്യസ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്കു അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായവരെ പോലെയുള്ള ഒരു ഹിത്യസ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു.